ഇത് ചെയ്തു, പിന്നീട് എനിക്ക് സിഹർ ഏറ്റിട്ടില്ല. ഒരു അത്ഭുതകരമായിട്ടുള്ള അമൽ. ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് സിഹർ ഏൽക്കില്ല. ആര് നിന്നെ ഉപദ്രവിച്ചാലും ആ ഉപദ്രവം നിന്റെ മേലിൽ ഒരിക്കലും ഏൽക്കില്ല. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അമല. ഒന്ന് ചെയ്തു നോക്ക്, റിസൾട്ട് ഉറപ്പാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരാണ്. തങ്ങളെ സിഹർ സംബന്ധമായി ധാരാളം വർഷങ്ങളായി ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കുടുംബം എല്ലാം ഇതിൻ്റെ ഒരു കെണി വലയിലാണ്. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി, പല കാര്യങ്ങളും ചെയ്തു. ഇനി ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. അത്രയും കാര്യങ്ങൾ ചെയ്ത്, അത്രയും പണം അതിന് ചെലവാക്കി, എന്നിട്ട് ഞങ്ങൾക്കൊരു മാറ്റമുണ്ടോ? അതില്ല എന്ന് സങ്കടം പറഞ്ഞ് വിളിക്കുന്ന, എന്നെ ബന്ധപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ പറ്റിയ ഒരു അമലാണ് ജീവിതത്തിൽ ഒരിക്കലും സിഹർ ഏൽക്കാതിരിക്കാൻ. ഇത് മുജറബാണ്, നിങ്ങളെ ഉറപ്പാണ്. ഈ അമൽ ചെയ്താൽ നിനക്ക് സിഹർ അടിക്കൂല. ആര് എന്തു പുതുക്കി ചെയ്താലും പിന്നെ ഒരിക്കലും നിനക്ക് സിഹർ ഏൽക്കൂല. അതും സിഹർ ബാത്തിലാക്കി ഈ അമൽ ചെയ്താൽ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ പല രീതിയിൽ സാഹിറിനെ കൊടുക്കാൻ ശ്രമിക്കും. പല കൂടോത്ര വിദ്യകൾ ചെയ്തുകൊണ്ട് നിന്റെ മേലിൽ സിഹർ ചെയ്യും. പക്ഷേ നിന്റെ ശരീരത്തിൽ അത് ഏൽക്കൂല. ഒരു അത്ഭുതകരമായിട്ടുള്ള അമലാണ്. ഈ അമലാണെങ്കിലോ നമ്മൾ കേൾക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ചെറിയ രീതിയിൽ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയൊരു അമലാണ്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല, ഈ അമലിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് പറയാം. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്ന പോലെ ഇന്ന് നേരിട്ട് കാണാനുള്ള അവസരം പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ധാരാളം ആളുകളാണ് സ്ഥിരമായി ഇമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, സിഹർ സംബന്ധമായി പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, തടസ്സങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, ധാരാളം രോഗികൾ, അങ്ങനെ എടുത്താൽ എണ്ണി പറയാൻ പറ്റാത്ത അത്രയും പ്രയാസങ്ങളുമായി നമ്മൾ സമീപിക്കുന്നവരുണ്ട്. തങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കഴിഞ്ഞല്ലോ, ഇനി എന്നാണ് വീട്ടിൽ നോട്ടമുള്ളത്? റമദാൻ കഴിഞ്ഞ് ഇനി നോട്ടമുള്ളത് 28-ാം തീയതി വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും, ബുദ്ധിമുട്ടും അല്ലാഹുവിനെ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ ഹൈറും ബർക്കത്തും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തു വരിക. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സകല പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഈ അമൽ ചെയ്യാൻ നമുക്ക് വേണ്ടത് ആദ്യം ആരാണോ ചെയ്യുന്നത്, ആരാണോ എഴുതുന്നത്, അവൻ പോയി വുളു എടുക്കുക. വുളു എടുത്തതിന് ശേഷം വെള്ള വൈറ്റ് A4 പേപ്പർ എടുക്കുക. എന്നിട്ട് ബ്ലാക്ക് CD മാർക്കർ എടുത്ത് ഈ കളം ഞാനിവിടെ എഴുതിയ, അതായത് ഖാത്തും സുലൈമാൻ ആദ്യം എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് വത്തബഉ മാ തുത്ലു ശയാത്തീൻ ഒറ്റ അറഫിൽ എഴുതാം. ഈ A4 പേപ്പറിൽ ഒറ്റ അറഫിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അതുപോലെ ഒറ്റ അറഫിൽ എഴുതിയിട്ട് ഈ കളം വരക്കുക. അതിനടിയിൽ കൊടുത്ത ഈ കളം വരച്ചിട്ട് ആർക്കാണോ ഇത്ര ബുദ്ധിമുട്ട് അവരുടെ പേരെഴുത. ഫാത്തിമയാണെങ്കിൽ ഫാത്തിമ ബിൻത്ത് ഖദീജാന്റെ മകൾ ഫാത്തിമ. മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ് ഇബ്നു നഫീസാന്റെ മകൻ മുഹമ്മദ്. അങ്ങനെ എഴുതി ഫില്ല് ചെയ്തല്ലോ. ഫില്ല് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യുക, ഒന്ന് റോൾ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് വേണ്ടത് അതവിടെ എടുത്തു വെച്ചു അല്ലേ. നടുവിലൊരു ചരട് കൊണ്ടൊരു കെട്ട്, അപ്പോൾ അത് റോളായി.
അതവിടെ മാറ്റി വെച്ച് ഇനി നമുക്ക് വേണ്ടത് കടലിലെ നല്ല വെള്ളം, ശുദ്ധമായ കടലിലെ വെള്ളം. കടലിൽ നിന്ന് ഒരു ഉടയുന്ന കുപ്പിയിൽ, പൊട്ടുന്ന കുപ്പിയിൽ കുറച്ച് വെള്ളമെടുക്കുക. വെള്ളമെടുത്തതിന് ശേഷം ഈ നറുക്ക് ആ വെള്ളത്തിലേക്ക് ഇടുക. വെള്ളത്തിലേക്ക് ഇട്ട് അതൊന്ന് ഭദ്രമായി പൂട്ടുക. ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഭദ്രമായി പൂട്ടി മൊത്തത്തിൽ ഇൻസുലേഷൻ ടാപ്പ് അല്ലെങ്കിൽ ഒന്നെങ്കിലും ചുറ്റി, പേപ്പറോ കവറോ മൊത്തം ചുറ്റി, ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ അത് ചുറ്റി വെക്കുക. എന്നിട്ട് ഈ കുപ്പിയായി ഒരു 7 ദിവസം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മൾ മന്ത്രിക്കേണ്ടത്, ഓതേണ്ടത് ബദരീങ്ങളുടെ പേരിൽ സൂറത്തുൽ യാസീൻ. ഓരോ മുബീനെത്തുമ്പോഴും നമ്മുടെ തല ഇടത്ത് നിന്ന് വലത്തോട്ട് 3 പ്രാവശ്യം ചുറ്റി മൊത്തം ഒഴിഞ്ഞെടുക്കുക. അങ്ങനെ ഓരോ മുബീനും, യാസീൻ 7 മുബീനുണ്ട്, ഓരോ മുബീലും ഇങ്ങനെ മന്ത്രിച്ച് ഒഴിഞ്ഞെടുക്കുക. പിന്നെ ഓതേണ്ടത് സൂറത്തുൽ മുസമ്മിൽ പരിപൂർണമായി ഓതി മന്ത്രിച്ചെടുക്കുക. പിന്നെ ഓതേണ്ടത് സൂറത്തുൽ ജിന്ന് പരിപൂർണമായി ഓതി മന്ത്രിച്ചെടുക്കുക. പിന്നെ സൂറത്തുൽ ബഖറയിൽ നമ്മൾ എഴുതിയ ഈ 102-ാമത്തെ ആയത്ത് 3 പ്രാവശ്യം ഓതി, ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഒഴിഞ്ഞ് മന്ത്രിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ഇടത്തുനിന്ന് 3 പ്രാവശ്യം വലത്തേക്ക് ചുറ്റി പരിപൂർണമായി ഒഴിഞ്ഞെടുക്കുക. അൽ ബഖറയിൽ 102-ാമത്തെ ആയത്ത്. പിന്നെ സൂറത്തുൽ യൂനിസിലെ 81-ാമത്തെ ആയത്ത്, ഫൽഖൗ ഖാല മൂസാ മാ ജിഅ്തും ബിഹിസ്സിഹ്ർ ഇന്നല്ലാഹ സയുബ്തിലു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. ഈ ആയത്ത് 7 പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓതുമ്പോഴും പരിപൂർണമായിട്ട് ഒഴിഞ്ഞെടുക്കുക. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക് 3 പ്രാവശ്യം 3 പ്രാവശ്യം ഒഴിഞ്ഞെടുക്കുക. ഇങ്ങനെ തുടർച്ചയായി 7 ദിവസം ഈ കുപ്പിയേറ്റ് ഒഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഈ കുപ്പി ഭദ്രമായി ആരും ഉടക്കാത്ത, ആർക്കും കയ്യെത്താത്ത ദൂരത്ത് എന്ത് ചെയ്യുക, ഭദ്രമായി വെക്കുക. പിന്നീട് അത് എടുക്കേ വേണ്ട. ആ കുപ്പി ഉടയാതെ, ആ കുപ്പി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ ഒരിക്കലും ഒരാൾക്ക് നിനക്ക് സിഹ്ർ ചെയ്യാൻ സാധ്യമല്ല. ഇതൊന്ന് ചെയ്തു നോക്ക്, ഇത് ചെയ്തു നോക്ക്. നമ്മളെ മജ്‌ലിസിൽ ധാരാളം അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ അമലുകൾ ചെയ്തിട്ട് റിസൾട്ട് ലഭിച്ചവരാണ് എനിക്ക് വിളിക്കുന്നത്. തങ്ങളെ മജ്‌ലിസിൽ ഞങ്ങൾ അമല് പറയുന്നത് ഞങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ട്, തങ്ങളൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. അവരൊക്കെ ഇത് ചെയ്തിട്ട് റിസൾട്ട് ലഭിച്ചവരാണ്. എത്രയോ അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് റിസൾട്ട് ലഭിച്ച ധാരാളം ആളുകളുണ്ട്. അതുപോലെ കുറേ ആളുകൾ പറയുന്നതാണ്, തങ്ങളെ ഇത് ബാത്തിലാക്കിയിട്ടും ബാത്തിലാവാത്ത സിഹ്റാണ്, ഇത് പയക്കം ചെന്ന സിഹ്റാണ്. കുറെ ആളുകൾ പറഞ്ഞ് ഇതൊരിക്കലും ഞങ്ങളെ കൊണ്ട് കഴിയൂല, കൂട്ടിയെ കൂടൂല എന്ന് പറയുന്നവരുണ്ട്. ഏത് സിഹ്റാണെങ്കിലും ഈ അമല് കൊണ്ട് ബാത്തിലാവും. അമല് ചെയ്യുമ്പോൾ ആത്മാർത്ഥത വേണം, ഇഖ്ലാസ് വേണം, തുടർച്ചയായി 7 ദിവസം ചെയ്യണം. നമ്മൾ ഓതുന്ന സൂറത്തിലോ ആയത്തിലോ ഒരു പ്രയവും പാടില്ല. തങ്ങളെ ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല, ഞങ്ങൾ എന്താ ചെയ്യാം? ഓതാൻ അറിയുന്ന ആളുകളെ ഏൽപ്പിച്ചോ. ഓതാൻ അറിയുന്ന, തെറ്റുകൂടാതെ ഓതാൻ അറിയുന്ന ആളുകളെ ഏൽപ്പിച്ച് നിങ്ങളെ മന്ത്രിക്ക്, ഇത് എഴുതാൻ അറിയുന്ന ആളുകളെ ഏൽപ്പിച്ച് എഴുതിപ്പിക്ക്, എന്നിട്ട് ചെയ്തു നോക്ക്. റിസൾട്ട് ഉറപ്പാണ്. ഇങ്ങനെയൊക്കെ ഓരോ അമല് നമ്മൾ പറയുന്നത്. കുറേ ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇത് ചികിത്സിക്കാനുള്ള പണമോ സാഹചര്യമോ ഒന്നുമില്ലാത്ത പാവങ്ങളുണ്ട്. നിഷ്കളങ്ക ഹൃദയമുള്ള ധാരാളം ചെറുപ്പക്കാർ, ധാരാളം സഹോദരന്മാർ നമ്മൾ ഈ മജ്‌ലിസിന് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവർ. ഒരു വീഡിയോ ഇട്ടാൽ, ഒരു മജ്‌ലിസ് ഇട്ടാൽ അത് ആത്മാർത്ഥമായി സ്വീകരിച്ച് ചെയ്യുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ അമല് പറയുന്നത്, അല്ലാതെ ഇത് നെഗറ്റീവായി കാണുന്നവർക്ക് വേണ്ടിയല്ല. അവർക്ക് തട്ടി മാറ്റാം. ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊക്കെ സിഹ്റൊക്കെ ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു മിത്ത് മാത്രമാവും. ഇത് വെറും എല്ലാ കഥകളായിരിക്കാം. അനുഭവസ്ഥർക്കറിയാം, അനുഭവിച്ചവർക്കറിയാം ഇതിന്റെ വേദന. എത്ര ആളുകളാണ് എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് സങ്കടം പറയുന്നത്. തങ്ങളെ അനുഭവിക്കുമ്പോഴാണ് ഇതിന്റെ വേദന മനസ്സിലാവുന്നത്. ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ഈ സിഹ്ർ, ഈ പിശാചിന്റെ ഉപദ്രവങ്ങൾക്കൊന്നും അതൊന്നും ഇല്ലാത്തതാണ്, വെറുതെയാണെന്ന് വിചാരിച്ചത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു, കാലങ്ങളായിട്ട് അനുഭവിച്ചു. ഞാനിപ്പോഴും അനുഭവിക്കുകയാണ്. അതിൻ്റെ വേദനയും അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ ഇടങ്ങേറും എനിക്കറിയാം.
അനുഭവിച്ചവർക്കേ അതിൻ്റെ പ്രയാസം പറഞ്ഞു തരാനും അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ള അതുകൊണ്ട് എല്ലാ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തു നോക്ക്. ഈ ഒരു അമല് നിങ്ങൾക്ക് വേണ്ടത് കടലിലെ വെള്ളം, ഉടയുന്ന കുപ്പി, അതന്നെ വേണ്ട, ഉടയുന്ന പൊട്ടുന്ന കുപ്പി വേണം. പിന്നെ ഈ നറുക്കെയ്ത്, എന്നിട്ട് 7 ദിവസം തുടർച്ചയായിട്ട് മന്ത്രിക്കാം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളെല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് അള്ളാഹു ഇനി ബാത്തിലാക്കി നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തും ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് നൽകണേ തമ്പുരാനെ. ഖുർആൻ കൊണ്ട് നിങ്ങളുടെ പ്രയാസം മാറും, ഈ അമൽ കൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.